നമസ്കാരമുണ്ട്. ഈ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഇപ്പോൾ റീസെൻ്റായിട്ട് നടന്ന ആത്മഹത്യാ ശ്രമം അല്ലെങ്കിൽ വികാര പ്രകടനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സംഭവിച്ച ഒരു കാര്യമാണ്. അത് ചിലപ്പോൾ ഏറെ പേർക്ക് അറിവുള്ളതായിരിക്കും. അതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് ഒന്നുകൂടെ വ്യക്തമാക്കേണ്ട കാര്യങ്ങളുണ്ട്. പത്രത്തിലും മറ്റുള്ള വാർത്താ ചാനലുകളിലും വരുന്ന വാർത്തകൾ എന്ന് പറയുന്നത് അതിൻ്റെ ഡീപ്നെസ് അല്ലെങ്കിൽ അതിൻ്റെ സത്യസന്ധത മറ്റുള്ള എല്ലാവർക്കും അത് മനസ്സിലാകണമെന്നില്ല. ഇപ്പോൾ ഉപ്പോളം വരില്ലല്ലോ ഉപ്പിലിട്ടത്. അതുപോലെയാണ് ഈ ടാർഗറ്റഡ് ടോർച്ചറിൻ്റെ ആ തീവ്രത അനുഭവിച്ചവർക്ക് മാത്രമേ അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ അത് കണ്ടു നിന്നവർക്ക് അത് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ ഇതൊരു ടെക്നിക്കൽ ടൈമാണ്. ഒരു ഡെസർട്ടേഷൻ സബ്മിറ്റ് ചെയ്തതിനെക്കുറിച്ചുള്ള ഒരു പ്രശ്നമാണിത്. അപ്പോൾ ഒരു രക്ഷകർത്താവിന് ഈ ഡെസർട്ടേഷൻ എങ്ങനെ സബ്മിറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ബോധമുണ്ടാവുക, ധാരണയുണ്ടാവുക, അതിനെക്കുറിച്ച് അറിയുക, ആ ഒരു അറിവ് അത്യാവശ്യമാണ് ഇതിനെക്കുറിച്ച് വിശദമാക്കുന്നതിന് വേണ്ടി. അപ്പോൾ ഈ യഥാർത്ഥ സംഭവം എന്ന് പറയുന്നത് കഴിഞ്ഞ എൻ്റെ മകളുടെ കാര്യമാണിത്. LLM കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയാണ്. കഴിഞ്ഞ സെപ്റ്റംബറിൽ തന്നെ സിനോപ്സിസ് കൊടുത്തിരുന്നു. സിനോപ്സിസ് എന്ന് പറയുന്നത് ഒരു ഡെസർട്ടേഷൻ, ഒരു പ്രബന്ധം അവതരിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ അത് എഴുതി തയ്യാറാക്കി കൊടുക്കുന്നതിന് അവരുടെ പരീക്ഷ റിലേറ്റഡായ സംബന്ധമായ കാര്യമാണത്. അത് കൊടുക്കുന്നതിന് ഒരു സ്ട്രാറ്റജി ഉണ്ടായിരിക്കും. അതിനാണ് സിനോപ്സിസ് എന്ന് പറയുന്നത്. സിനോപ്സിസിൽ ഇവർ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കും എന്താണ് ചെയ്യാൻ പോകുന്നത്. ഒരു മിലിറ്ററി സ്ട്രാറ്റജി പോലെ, ഒരു യുദ്ധതന്ത്രം പോലെ, ഒരു പ്രാക്ടിക്കലി കൊണ്ടുവന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണ് സിനോപ്സിസ് എന്ന് പറയുന്നത്. സിനോപ്സിസ് കഴിഞ്ഞ സെപ്റ്റംബറിൽ ക്ലാസ്സിൽ അവതരിപ്പിക്കുകയും അത് പാസ്സാകുകയും, ആ സിനോപ്സിസിൽ പറഞ്ഞിരിക്കുന്നത് റിസർച്ച് ടോപ്പിക് എന്താണെന്ന് പറഞ്ഞിരിക്കും, പിന്നെ റിസർച്ച് ക്വസ്റ്റ്യൻ എന്താണെന്ന് പറഞ്ഞിരിക്കും, ഹൈപ്പോത്തിസിസ് എന്താണെന്ന് പറഞ്ഞിരിക്കും, പിന്നെ അതിൻ്റെ മെത്തഡോളജി, അത് എങ്ങനെയാണ് സർവേ, മറ്റുള്ള ടെക്നിക്കൽ ഏരിയസ് പറയും. സർവേ നടത്തുന്നത് ഒരു മിക്സഡ് മെത്തഡോളജിയാണ് ഇതിൽ അഡോപ്റ്റ് ചെയ്തിരുന്നത്. ക്വാളിറ്റേറ്റീവ് ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ഉണ്ട്, ഒരു തിമാറ്റിക് അനാലിസിസ് ഈ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇതുണ്ട്. ഇത് ഞാനെങ്ങനെ മനസ്സിലാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ടാർഗറ്റഡ് ടോർച്ചറിങ് തുടങ്ങിയതിന് ശേഷം എനിക്ക് ഇതിൽ ഇടപെടേണ്ടി വന്നു. ഞാൻ അതെടുത്ത് പഠിക്കേണ്ടി വന്നു. എനിക്കും ഈ സബ്ജക്റ്റുകളൊന്നും അന്യമല്ല. എനിക്ക് ഒരു UK നിന്നുള്ള ഒരു MBA ഉണ്ട്. ആയതുകൊണ്ട് എനിക്ക് ഈ ഡെസർട്ടേഷൻ എന്താണെന്ന് അറിയാം. അതുപോലെ തന്നെ ഈ ഡെസർട്ടേഷൻ അസൈൻമെൻറ്റ് ഇതിനു വേണ്ടി സ്റ്റുഡൻസിനെ ഞാൻ UK സ്റ്റുഡൻസിനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, മാനേജ്മെൻറ്റ് സൈഡ്. എൻ്റെ മകൾ LLM പഠിക്കുന്നത്, അത് ലായാണ്. അപ്പോൾ അത് എനിക്ക് ഇതിൻ്റെ ഈ ബിറ്റ്വീൻ എനിക്ക് അതിൽ ഇടപെട്ട് അത് എന്താണെന്ന് മനസ്സിലാക്കാനും മറ്റുള്ള ഒരു സാഹചര്യമുണ്ട്. അഥവാ അത് നമ്മുടെ മാനേജ്മെൻറ്റ് സൈഡിൽ നിന്ന് വളരെ വ്യത്യസ്തമുള്ള അല്ല. അപ്പോൾ ഡെസർട്ടേഷൻ എന്ന് പറയുന്നത് നമ്മൾ ആ ട്രഡീഷണൽ മെത്തേഡ് വെച്ചിട്ട് ഇതാണ് 5 ചാപ്റ്ററായിട്ട് ചെയ്ത് തീർക്കാം. അപ്പോൾ ഇവിടെ ഈ കുട്ടി കൊടുത്തിരിക്കുന്നത് സിനോപ്സിസ് എന്ന് പറയുന്നത് 5 ചാപ്റ്ററാണ്. ഇൻട്രൊഡക്ഷൻ ഉണ്ട്, ലിറ്ററേച്ചർ റിവ്യൂ ഉണ്ട്, മെത്തഡോളജി ഉണ്ട്, അനാലിസിസ് ഉണ്ട്, പിന്നെ ഒരു കൺക്ലൂഷൻ ആൻഡ് റെക്കമെൻഡേഷൻ. ഈ രീതിയിലാണ് സിനോപ്സിസിൽ പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ ഇത് എന്ന് ചെയ്ത് തീർക്കുന്നുള്ളതിൻ്റെ ടൈം ടേബിൾ സഹിതമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ടോപ്പിക്കും റിസർച്ച് ക്വസ്റ്റ്യനും മറ്റുള്ള എല്ലാ കാര്യങ്ങളും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇവരുടെ LLM ക്ലാസ്സിൽ അപ്രൂവ് ചെയ്തതാണ്. അത് പ്രകാരമാണ് മുന്നോട്ട് പോകാനുള്ളത്. അത് ഞാൻ പറഞ്ഞു വയ്ക്കുന്നത്, ഇതിൻ്റെ മുന്നോട്ട് വരുമ്പോഴത്തേക്ക് അവിടെ ചില മാറ്റങ്ങൾ, അവിടെ അധ്യാപകരുടെ അറിവില്ലായ്മ കൊണ്ടോ മറ്റോ അവരത് മാറ്റാനും മറ്റൊക്കെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ സെപ്റ്റംബറിൽ സിനോപ്സിസ് സബ്മിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഇവർ ജനുവരിക്ക് മുമ്പ് തന്നെ ഫസ്റ്റ് ചാപ്റ്റർ, സെക്കൻഡ് ചാപ്റ്റർ മറ്റുള്ള എല്ലാം സബ്മിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ അത് ഈ ടീച്ചർ അപ്രൂവ് ചെയ്തതുമാണ്. മറ്റുള്ള ഒരു തടസ്സങ്ങളുമില്ലാതെ മാറ്റങ്ങൾ വരുത്താൻ പറഞ്ഞിട്ടുള്ളത് മാറ്റങ്ങൾ വരുത്തി വെച്ചതുമാണ്. അപ്പോൾ അതിനുശേഷം ഇതിന് സമാന്തരമായിട്ട് വേറൊരു ഉദാഹരണം പറയണമെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഒരു 5 നില ബിൽഡിങ് കെട്ടിക്കൊണ്ട് പോവുകയാണ്, അല്ലെങ്കിൽ 6 നില.
അപ്പോൾ അത് ഒന്നാമത്തെ നില കൊടുക്കുന്ന എൻജിനീയർ സർട്ടിഫൈ ചെയ്യുന്നു, അതിൻ്റെ പേയ്മെൻറ്റ് റിലീസ് ചെയ്യുന്നു. ആ രീതിയിൽ നോക്കിയാൽ തന്നെയും 2-3 നില കെട്ടിപ്പൊക്കിയതിന് ശേഷം ഒന്നാമത്തെ നില ഇടിച്ച് പൊളി അതെനിക്ക് ഇഷ്ടമല്ല, ആ രീതിയിൽ വേണ്ട എന്ന് പറയുന്നത് ഒരു സ്വാഭാവികമായി ഒരു സാധാ മനുഷ്യന് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യമാണ്. ആ രീതിയിലാണ് ഈ ടീച്ചർ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോയത്. അതിനുശേഷം ഇതിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് എത്തുമ്പോൾ തന്നെ ഈ ടീച്ചർ പറഞ്ഞിരിക്കുന്നത്, എനിക്ക് നിങ്ങളുടെ റിസർച്ച് ക്വസ്റ്റ്യൻ മനസ്സിലായില്ല. അപ്പോൾ അതിനു വേണ്ടി അതിൻ്റെ എഴുതി കൊടുത്തിട്ടുണ്ട് ഈ കുട്ടി, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്നും മറ്റുള്ള എല്ലാം എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ടാർഗറ്റഡ് ടോർച്ചറിങ് ആണെന്ന് എങ്ങനെ തെളിയിക്കും? ഒരു പിതാവിൻ്റെ വികാരങ്ങൾ പ്രകടിപ്പിച്ചതോ മറ്റൊന്നുമല്ല ഈ ആത്മഹത്യാശ്രമം എന്ന് പറയുന്നത്. അത് കുട്ടിയോടുള്ള സ്നേഹം കൊണ്ടോ അങ്ങനെയൊന്നും അല്ല. ഈ ടീച്ചറിൻ്റെ വ്യക്തമായ ടാർഗറ്റഡ് ടോർച്ചറിങ്, അത് എന്തിന്, അതിൻ്റെ മോട്ടീവ് എന്തോ ഏണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കുട്ടി നേരത്തെ ഈ കോളേജിൽ 1-2 കാര്യങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ടീച്ചർമാരെല്ലാം കൂടെ വട്ടം കൂടി ഇരുന്നിട്ട് ക്ലാസ് എടുക്കാതെ മറ്റേ ഇരിക്കുന്ന അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓൺലൈൻ ക്ലാസ്സും ഓഫ്ലൈൻ ക്ലാസ്സും സമരത്തിൻ്റെ ഡേയ്സിലൊക്കെ ഇങ്ങനെ ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അല്ലാതെ അത് അവരുടെ ഇൻറ്റേർണൽ കാര്യങ്ങൾ അങ്ങനെ, അപ്പോൾ അതിനെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റേ സാനിറ്ററി പാഡിൻ്റെ ഡിസ്പോസൽ സംബന്ധമായിട്ടുള്ള അവിടെ എന്തോ കാര്യങ്ങൾ തർക്കങ്ങളോ മറ്റോ ഇവർ ഉന്നയിച്ചിട്ടുണ്ട്. ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇവർ സമ്മറൈസ് ചെയ്ത് വെച്ചിരുന്നിട്ട് ഡെസർട്ടേഷൻ ടൈം ആയപ്പോഴത്തേക്ക് നല്ല രീതിയിൽ പണി കൊടുത്തു എന്നുള്ളതാണ് ഇതിലെ മുഖ്യമായ വിഷയം. അപ്പോൾ അത് എങ്ങനെ ഇത് കൊടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് എൻ്റെ ഉത്തരം. അത് ഒരു സാധാരണ ഒരു രക്ഷകർത്താവാണെന്നുണ്ടെങ്കിൽ കുട്ടിയെ കുറ്റം പറഞ്ഞിട്ട് ടീച്ചർ പറഞ്ഞത് കണക്ക് ചെയ്തില്ല, ഇതിലെ മാറ്റങ്ങളുണ്ട് ഇതെല്ലാം പറഞ്ഞിട്ട് നിന്നേനെ. പക്ഷേ ഒരു ഡെസർട്ടേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ രീതികൾ എങ്ങനെയാണെന്ന് എനിക്ക് വ്യക്തമായി അറിയാവുന്നത് കൊണ്ടാണ് ഈ ടോർച്ചറിങ് ഇവിടെ കണ്ടിന്യൂസ് നടന്നുകൊണ്ട് നിന്നപ്പോഴത്തേക്ക് എനിക്ക് ഇടപെടേണ്ടി വന്നത്. അപ്പോൾ ഈ ടീച്ചർ ചെയ്ത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുപോലെ 1, 2, 3 നിലകളെല്ലാം കെട്ടിത്തുടങ്ങി ആദ്യത്തെ ഇതെല്ലാം അക്സെപ്റ്റ് ചെയ്ത് സർട്ടിഫൈ ചെയ്ത് വന്നതിന് ശേഷം പിന്നീട് വന്ന് ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ തിരുത്താൻ പറയുന്നതിൽ യാതൊരു ലോജിക്കുമില്ല. അത് ടാർഗറ്റഡ് ടോർച്ചറിങ്ങിൻ്റെ പരിധിയിൽ വരുന്നത് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഞാൻ പിന്നീട് മനസ്സിലാക്കിയത് എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഇൻട്രൊഡക്ഷൻ എടുത്ത് കളയാൻ പറയും, ക്ലോസിങ് എടുത്ത് കളയാൻ പറയും ഓരോ ചാപ്റ്ററിൻ്റെതും. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയും അത് വേണമെന്ന് പറയും. പിന്നെ ഇതിൽ ഒരു 370 ചില്ലുവാനം ഫുഡ് നോട്ടുണ്ട്. ഫുഡ് നോട്ട് കൊളാപ്സ് ആക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ ബിറ്റ്വീൻ ചില പാരഗ്രാഫുകൾ എടുത്ത് കളയാൻ പറയും. അതുപോലെ തന്നെ ഇതിൻ്റെ സ്ട്രക്ചർ മാറ്റാൻ പറയും. ഇതുപോലെയെല്ലാം പറയുമ്പോഴത്തേക്ക് 370 ഫുഡ് നോട്ട് കൊളാപ്സ് ആയി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പിന്നെ ദിവസങ്ങളെടുത്ത് മാത്രമേ അതിൽ ശരിയാക്കി വയ്ക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒരു ഇൻ്റലക്ച്വൽ പ്രയോഗിച്ച് ഈ ടോർച്ചറിങ് കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോഴത്തേക്കാണ് ഞാനിതിൽ ഇടപെടുകയും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയിൽ ചെന്ന് പല ആൾക്കാരുമായിട്ട് ഇത് സംസാരിക്കുകയും ചെയ്തത്. ഒരു ഗോഡ്വിൻ സാറുണ്ട്, പരീക്ഷാ കൺട്രോളറാണ് പുള്ളി, ഇതിനുപരി ഒരു ഗൈഡുമാണ്. പുള്ളിയുടെ വിശദമായിട്ട് സംസാരിച്ച് പുള്ളിക്കെല്ലാം മനസ്സിലായ കാര്യമാണ്. പക്ഷേ പുള്ളിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ഗൈഡ് പറയുന്നത് എന്താണ്, ഗൈഡിന് ഇവിടെ എന്തോന്നാ പ്രസിഡൻറ്റിനേക്കാൾ വലിയ അധികാരമെന്ന് ഉള്ള ഇതാണ്. അപ്പോൾ ഇതിനോടകം തന്നെ സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്യുന്നതിന് ഒരു സെൻറ്റർ അവിടെയുണ്ട്. ഞാൻ അവിടെ ചെന്നു, അവിടെ ഒരു മെയിൻ ആളുമായിട്ട് സംസാരിച്ചു. എല്ലാ കാര്യങ്ങളും വളരെ ക്ഷമയോടുകൂടി കേട്ട് അവസാനം ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡീനിൻ്റെ നമ്പർ തരികയുണ്ടായി. അപ്പോൾ ഡീനിന് ഞാൻ ഈ ചേഞ്ചസ് വരുത്തുന്നത് ഡെയിലി കുട്ടിയുടെ നിന്ന് കളക്ട് ചെയ്തിട്ട് ഞാൻ ഈ ഡീനിന് കൊടുക്കാറുണ്ടായിരുന്നു. ഡീനിനെ ഡെയിലി അപ്ഡേറ്റ് ചെയ്യും. ഇപ്പോൾ എനിക്ക് അവസാനം ഈ 7 days വെച്ചിട്ട് വാട്സപ്പിൽ ഇത് ഡിസപ്പിയർ ചെയ്യുന്നതുകൊണ്ട് അത് ആദ്യം കൊടുത്തതെല്ലാം ഡിസപ്പിയർ ആയിപ്പോയി. ബാക്കിയുള്ളത് ഞാൻ ഇപ്പോൾ ഡിസപ്പിയർ ആകാതെ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് ഒരു എവിഡൻസിന് വേണ്ടി. അപ്പോൾ ഡീനെന്ന് പറയുമ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു എന്തിലായാലും അതിൻ്റെ ഏറ്റവും ഉന്നത അധികാരിയും അവിടെ ഒരു സ്റ്റാഫ് എന്തെങ്കിലും
നിയമത്തിന് വിധേയമല്ലാതെ അല്ലെന്നുണ്ടെങ്കിൽ നിയമാനുസൃതമല്ലാതെ എന്തെങ്കിലും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയെ ചോദ്യം ചെയ്യാനും ശിക്ഷിക്കാനും മറ്റുള്ള അധികാരമുള്ള ആളാണ് ഡീൻ. ഡീൻ ഈ കാര്യം മനസ്സിലാക്കിയിട്ട് പോലും ഡീൻ അതിന് ഉത്തരം നൽകിയില്ല. അവിടെ ഈ ആത്മഹത്യാ ശ്രമം നടക്കുന്ന അല്ലെങ്കിൽ വികാര പ്രകടനം നടക്കുന്നതിൻ്റെ അന്ന് ഉച്ചയ്ക്ക് സഹിതം ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് ഡീൻ പറയുന്നത് HOD കാണുക, കോർഡിനേറ്ററാണ് പുള്ളി ഇത് ചെയ്യുമെന്നാണ് പറയുന്നത്. HOD എന്ന് പറയുന്നത് ഇപ്പോൾ റീസെൻ്റായിട്ട് 2 വർഷത്തിന് മുമ്പ് LLM തിരുവനന്തപുരം ലാ കോളേജിൽ നിന്ന് എടുത്തിട്ട് വന്ന ഒരു വ്യക്തിയാണ്. പുള്ളിക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ലെന്ന് തോന്നുന്നു. ഇതെല്ലാം പറഞ്ഞു കൊടുത്ത് പുള്ളി ആരുടെ കളിപ്പാവയാണ്, ഡീനിൻ്റെതാകാം മറ്റുള്ളതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നിൽ വരുന്ന എന്ത് കളികളാണെന്ന് ഒന്ന് എനിക്ക് ഇതുവരെ പിടികിട്ടിയില്ല. പക്ഷേ ഇതിലെ കുറ്റക്കാരാരാണെന്ന് വ്യക്തമായിട്ട് എനിക്ക് അറിയാം. അപ്പം ഇതുപോലെയുള്ള ഇവരുടെ ടോപ്പ് ലെവലിലുള്ള ആൾക്കാരെയൊക്കെ കണ്ട് VCയെ കാണാനായിട്ട് അനുവദിച്ചില്ല. ഈ സ്റ്റുഡൻറ്റ് ഇതിനിടയിൽ ഇവരുടെ ഈ കണ്ടിന്യൂസ് ടോർച്ചർ കൊണ്ട് ഈ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മാറ്റങ്ങൾ ഇപ്പോൾ വളരെ കാലങ്ങൾക്ക് മുമ്പ് 1-2 മാസത്തിന് മുമ്പേ ഈ വർക്ക് ഇൻ പ്രോഗ്രസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 1ാമത്തെ ചാപ്റ്റർ പാസ്സായി കഴിഞ്ഞ് ഇത് പോയി കഴിഞ്ഞാൽ പിന്നെ അതിൽ ചേഞ്ചസ് വരുത്തേണ്ട കാര്യമില്ല. 2ാമത്തെ ചാപ്റ്റർ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പാസ്സായി കഴിഞ്ഞാൽ പിന്നെ അതിൽ മാറ്റങ്ങൾ വരുത്തേണ്ട കാര്യമില്ല. അപ്പോൾ ബോധപൂർവം ഈ ബിറ്റ്വീൻ ചില കാര്യങ്ങൾ എടുത്തു മാറ്റാൻ പറയുക. നമ്മൾ 1, 2, 3, 4 അങ്ങനെ ഒരു 4 ഹൈറാർക്കി ആയിട്ടാണ് ഇതിൽ നമ്പർ വയ്ക്കുന്നത്. അപ്പോൾ ആ നമ്പർ വയ്ക്കുന്നത് അതിൽ നിന്ന് ചില പാരഗ്രാഫ് എടുത്ത് മാറ്റാൻ പറയും. ഈ നമ്പർ വേണ്ട, അത് ചെയ്യുന്ന പറയുമ്പോഴത്തേക്ക് ഇത് മൊത്തം കൊളാപ്സ് ആവുകയാണ് ചെയ്യുന്നത്. ഈ കൊളാപ്സ് ആവുന്നതിന് ഇത് ചെയ്ത് കറക്റ്റ് ചെയ്തെടുക്കുന്നതിന് അതിന് ക്ലറിക്കൽ ടൈം ഇതെല്ലാം വേണം. അപ്പോൾ അതിന് ബോധപൂർവമാണ് ഒരാളിനെ എങ്ങനെ മെൻ്റലി ടോർച്ചർ ചെയ്യാം ഇത് ചെയ്തിട്ട് ആ ഒരു സ്ട്രാറ്റജിയായിരുന്നു ഈ ഗൈഡ് എന്ന് പറയുന്ന വ്യക്തി ഇതിൽ ചെയ്തുകൊണ്ടിരുന്നത്. അതിലവർ വിജയിക്കുകയും ചെയ്ത് എൻ്റെ ഇടപെടൽ വരുന്നത് വരെ അവസാന നിമിഷം വരെ ഇവർ ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിൽ 3 പേര്, അതായത് HOD എന്ന് പറയുന്ന പുള്ളി കോർഡിനേറ്ററാണ്. അതുപോലെ തന്നെ ഈ ഗൈഡ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഇതിൽ മുഖ്യമായിട്ട് നിന്ന് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. HODക്ക് അതിൽ കൈയുണ്ട്. അതുപോലെ തന്നെ വേറെ ഒരു മിസ്റ്റർ X ഉദയകുമാറോ മറ്റോ എന്തോ ആണ് പുള്ളിയുടെ പേര്, ഞാൻ മറന്നുപോയി. പുള്ളിയുണ്ട്. പുള്ളി ആദ്യാവസാനം വരെ ഇതിൽ നിന്ന് പുള്ളിക്ക് നമുക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഗോഡ്വിൻ സാറിനെ കണ്ടപ്പോൾ പോലും ഇന്ന ആൾ ഉദയ സാർ അവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ പുള്ളിയാണ് വിളിച്ചത്. പക്ഷേ ഇതിൽ പുള്ളിയും അതിൽ ഭാഗമായി ഈ ചോരയിൽ പുള്ളിക്കും പങ്കുണ്ട്. അത് ഞാൻ പുള്ളിയോട് വ്യക്തമായിട്ട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ചെന്നിട്ട് ഞാൻ അവിടെ ചെന്നിട്ട് വളരെ പ്രശ്നം ഉണ്ടാക്കിയൊന്നുമല്ല. ഈ ടാർഗറ്റഡ് ടോർച്ചറിങ് അത് ഞാൻ കണ്ട് മനസ്സിലാക്കി ഇതിൽ ഇടപെട്ട് ഈ വർക്കിനെ പഠിച്ച് ഇത് ചെന്ന് നോക്കിയപ്പോൾ അതിൽ ടാർഗറ്റഡ് ടോർച്ചറിങ് ആണ് കണ്ടിന്യൂസ് നടന്നുകൊണ്ട് പോകുന്നത്. ഇത് ഈ ലേഡീസ് പണ്ട് അവിടെ ഇരുന്നപ്പോഴത്തേക്ക് തൊഴിലുറപ്പ് പോലെയോ ഇത് ആൾക്കാർ കൂട്ടം കൂടി ഇരുന്ന് പറയുന്ന കണക്ക് ഇവർ ഇരുന്ന് പറഞ്ഞതിന് സമയത്ത് ക്ലാസ് എടുക്കാത്തതിനെ പറഞ്ഞ അതിൻ്റെ ബോധപൂർവമുള്ള ഇവരുടെ പ്രതികാര നടപടിയാണ് ഈ പണി കൊടുത്തത്. ഈ ടാർഗറ്റ് ടോർച്ചറിങ് ഇവിടെ നടന്നത്. അപ്പോൾ ഈ HODയോട് പറഞ്ഞ് ഇവരോട് എല്ലാം ഈ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇവർ പറയുന്നത് ഇതിൽ കുഴപ്പമുണ്ടെന്ന്. അപ്പം ഞാൻ പരിശോധിച്ചിട്ട് അതിൽ ഇത് ബിറ്റ്വീൻ ഇവരുടെ ടൈം അനുസരിച്ച് അതിനെ പോളിഷ് ചെയ്ത് വന്നത് ശരിയാണ്. ഫുഡ് നോട്ടും എല്ലാം വെച്ച് ഇത് ക്ലിയറായി. എന്നിട്ട് പോലെ ഇവർ ഇതിന് സബ്മിറ്റ് ചെയ്യേണ്ട ദിവസം 10-ാം തീയതി സബ്മിഷൻ എന്നുണ്ടെങ്കിൽ 8-ാം തീയതി 9-ാം തീയതി ഇതൊന്നും ഇവർ സബ്മിറ്റ് ചെയ്യാൻ സമ്മതിക്കാതെ ഇത് ഒരു മനുഷ്യന് ചെയ്ത് തീർക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചേഞ്ചസും മറ്റും പറഞ്ഞുകൊണ്ടിരുന്നു. അവസാനം ഞാൻ ഇടപെട്ടത് ശരി തന്നെയാണ്. അവസാനം പറഞ്ഞു, നിങ്ങൾക്ക് ഇത് ഒന്നീ റിജക്റ്റ് ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യുക, എന്നാൽ ബാക്കി കാര്യം നമ്മൾ നോക്കാം. അപ്പോൾ ഇവർ പറയുന്നത് ന്യായം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടീച്ചർ ഇത് പാസ്സാക്കി വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ UGC ഇതെടുത്ത് പരിശോധിക്കും, അപ്പോൾ അന്ന് അവർക്ക് പ്രശ്നമാകുമെന്നാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം കേൾക്കുന്നത്. അത് ഈ ടീച്ചറിന് നെറ്റോ മറ്റുള്ള UGC അംഗീകരിച്ച യാതൊരുവിധ ഒന്നുമില്ല. ഒരു LLM മാത്രമുള്ള ഒരു വ്യക്തിയാണ് UGC അവരെ പിടിച്ച് വിഴുങ്ങിക്കളയുമെന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇവർ ഇത് ഇങ്ങനെ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടുവന്ന് ലാസ്റ്റ് ഡേയിൽ പോലും ആണ് ഞാൻ ഇവരുമായിട്ട്
ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ചെങ്കിലും നെക്സ്റ്റ് ഡേയിൽ സബ്മിഷൻ വീണ്ടും നീട്ടിക്കൊണ്ടുപോയി ഇത് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി നീട്ടിയെന്നും അത് ഇതും പറഞ്ഞ് ഇവർ ഈ ടോർച്ചറിൻ്റെ മാക്സിമം ലെവല് എത്തി നിൽക്കുന്ന സമയത്ത് ഞാൻ ഇവരോട് പറഞ്ഞ് വീണ്ടും അവിടെ ചെന്നപ്പോഴത്തേക്ക് അവർ വട്ടം കൂടിയിരുന്ന് ഒരു കുട്ടിയെ വിളിച്ചു വച്ചിരുന്നിട്ട് ഇങ്ങനെയാണ് ചെയ്യാൻ പറയുന്നത്. വീണ്ടും ഇതിൽ കറക്ഷനുണ്ട്, തെറ്റുണ്ട്, ഇത് ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഇത് ആൾറെഡി ഡീനിന് പോകുന്നുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇതിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഒരു തേർഡ് പാർട്ടി വെച്ചിട്ട് നോക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഇത് സബ്മിഷൻ കഴിഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ് വന്ന് വൈവയ്ക്കും മറ്റുള്ള ഇത് ചെക്ക് ചെയ്യാൻ വരുന്നത്. ഇത് ക്വാളിറ്റി ഇല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് റിജക്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ തന്നെ ഇവർ അവസാന ദിവസം 10-ാം തീയതി അല്ലെങ്കിൽ 19-ാം തീയതി 20-ാം തീയതി ഇത് സബ്മിറ്റ് ചെയ്യുന്നതിന് 2 ദിവസം മുമ്പ് ഇവരുടെ കൺസോർഷ്യം കൂടി ഇവർ 4-5 പേര് കൂടി 4 പേര് ചേർന്നിട്ട് ഇതിൻ്റെ നമ്മൾ പ്രിൻ്റ് ഔട്ട് കൊടുത്ത് അതിൻ്റെ ഓരോ ചാപ്റ്റർ ഓരോരുത്തർ വായിച്ചു നോക്കി ഓരോ കുത്തും കോമയും അടക്കം ഇവർ മാർക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ പിറ്റേന്ന് വളരെ ബുദ്ധിമുട്ടിയാണ് അത് കംപ്ലീറ്റ് ചെയ്തത്. ഉറക്കമില്ലാതെ ഊണില്ലാതെ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരാൾ ബ്ലാക്ക് ഔട്ടാവും, ക്രാക്കാവും, ഇത് മെൻ്റലി എന്താണ് ഡിസ്റ്റർബ്ഡ് ആവും. അങ്ങനെ ഇത് ആക്കിയ ഈ വ്യക്തികളാണ് ഇവർ. അപ്പോൾ അവസാനം നിന്നപ്പോൾ വീണ്ടും ഇവർ അന്ന് ഫൈനലാണ് അടുത്ത ദിവസം സബ്മിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞത്. HOD അതുപോലെ തന്നെ ഈ ഗൈഡ്, ഈ ഉദയൻ സാറ്, ഇവരെല്ലാം കൂടെ ചേർന്നിട്ടാണ് ചെയ്തത്. അപ്പോൾ അന്ന് അവസാന ദിവസം അത് സബ്മിറ്റ് ചെയ്യാതെ വീണ്ടും ഇവർ വട്ടം ചേർന്ന് ഈ കുട്ടിയെ ഇത് എടുത്ത് വെച്ചിട്ട് പറയുന്നു നമുക്ക് ഇനിയും ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണ് കുത്ത് കോമ അത് ഇത് എടുത്തിട്ട് വീണ്ടും പറയുന്നു. അപ്പോൾ എനിക്ക് ഇടപെട്ടേ പറ്റത്തുള്ളൂ. കാരണം വെച്ചാൽ ഈ ടോർച്ചറിങ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഇവരോട് ഞാൻ ഈ ഒരു എന്താണ് ഡെസർട്ടേഷൻ, എന്താണ് എങ്ങനെയാണ് പോകുന്നതെല്ലാം പറഞ്ഞിട്ട് ഇവർക്ക് ഞാനൊരു സാധാരണക്കാരനാണ്, ഇത് പഠിച്ചിട്ട് കുറേ കാലമായി. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ കാലം ഇതുമായിട്ട് പലർക്കും ഹെൽപ്പിംഗ് ഇത് ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ പേരിൽ ഇതിൽ ടച്ച് വിടാതെ നിന്ന്. അപ്പോൾ ഇങ്ങനെ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒരു രക്ഷകർത്താവ് എന്നുള്ള നിലയിൽ എനിക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാൻ മാനേജ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഇവർ അവസാനം പറഞ്ഞ് ഉണ്ടാക്കിയത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിതാവിൻ്റെ എന്താണ് മകളോടുള്ള സ്നേഹം ആണ് അവിടെ ഇത് വന്നത്. അങ്ങനെ വന്ന് കുട്ടിയുടെ ഭാവി പാഴിക്കളിൽ നിന്നാണ് ഇവർ പറഞ്ഞു വരുത്തിയത്. അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നാലെ യൂണിവേഴ്സിറ്റി കുറിപ്പിറക്കിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വളരെ സീരിയസ് ആയിട്ടുള്ള മിസ്റ്റേക്കുകൾ ഇതിലുണ്ട്. അത് ഗൈഡ് തിരുത്താൻ പറഞ്ഞിട്ട് തിരുത്തിയില്ല. പിതാവ് വന്ന് അവിടെ ഇടപെട്ട് ഭയങ്കര ഇതായിരുന്നു എന്നൊക്കെയാണ് ഇവർ പറഞ്ഞത്. അങ്ങനെയൊന്നുമില്ല അവിടെ നടന്നത്. അപ്പോൾ അവസാന ദിവസവും ഞാനവിടെ ചെല്ലുന്നു, കുട്ടിയെ വളഞ്ഞ് ഇവർ 3 പേരും കൂടെ ഇരുന്നിട്ട് വീണ്ടും ചേഞ്ചസ് പറയുന്നു. അപ്പോൾ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ ഒന്നി അക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുക. അപ്പോൾ ഒരു ഡെസർട്ടേഷൻ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇതിൽ സ്റ്റാൻഡേർഡ് പോരെങ്കിൽ അതിൽ വലിയ മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടെങ്കിൽ അവർക്ക് റിജക്റ്റ് ചെയ്യാം. റിജക്ഷൻ ലെറ്റർ തരാൻ പറഞ്ഞിട്ട് ഇവർ റിജക്ഷൻ ലെറ്റർ തരില്ല എന്ന് പറഞ്ഞു. അവസാനം ഡിസ്കസ് ചെയ്ത് ഇത് പറഞ്ഞിട്ട് റിജക്ഷൻ ലെറ്റർ തരാമെന്നവർ സമ്മതിച്ചു. റിജക്ഷൻ ലെറ്റർ തന്നു കഴിഞ്ഞാൽ റിട്ട് ഫയൽ ചെയ്തിട്ട് ഈ വർക്ക് വെക്കാൻ അവിടെ നമുക്ക് കഴിയും. അതിന് മുന്നോടിയായിട്ട് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. ഈ വർക്ക് ഇതിനു മുമ്പ് ഇവർ യൂണിവേഴ്സിറ്റി സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് 3% പ്ലേജറിസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ടീച്ചറിൻ്റെ ബുദ്ധിമോശം അല്ലെങ്കിൽ അവരുടെ അറിവില്ലായ്മ, അവരുടെ പരിചയക്കുറവ് ഇതുകൊണ്ട് ആ ക്ലാസ്സിലുള്ള ഒരു കുട്ടി പറഞ്ഞ് ഇത് 3% ആണെങ്കിൽ എന്തോ ഉടായിപ്പുണ്ടെന്ന് അങ്ങോട്ട് പറഞ്ഞ് ഈ പെണ്ണും പിള്ള ഇതിൻ്റെ നേരെ പോയി ഇവർ വെച്ചിട്ട് അടുത്ത ഇത് തുടങ്ങി. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പോകുന്നത്. ടോർച്ചറിങ് ഒന്ന് പഴയ കാര്യങ്ങൾ വെച്ചിട്ടുള്ള ഇവരെ പെണ്ണുങ്ങളെല്ലാം കൂടെ കുടുംബശ്രീ കൂടുന്നു അതെല്ലാം കൂടെ വെച്ചിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ ടോർച്ചറിങ് ഒന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ പ്ലേജറിസം റിപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. അത് നമുക്ക് അല്ലാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അത് എങ്ങനെ ആയിക്കോട്ടെ, അതിന് റൈറ്റ് ഓഫ് ഇൻഫർമേഷൻ പ്രകാരം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അവിടെയുള്ള 10 പേരുടെയും വർക്കിൻ്റെ പ്ലേജറിസം റിപ്പോർട്ട് എടുക്കാനായിട്ടുള്ള റൈറ്റ് ഓഫ് ഇൻഫർമേഷൻ പ്രകാരം കൊടുത്തിട്ടുണ്ട്. റൈറ്റ് ഓഫ് ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവർ പല 1 മാസം എടുത്തിട്ട് പല ഉടായ്പകൾ എഴുതി തന്നിട്ട് അതിൽ വെച്ച് തീർക്കാനുള്ള ഒരു ശ്രമം നടക്കും. അത് നമുക്ക് അവിടെ വെച്ച് കണ്ടറിയാം. അത് ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഞാൻ അപ്ഡേറ്റ് ചെയ്ത് തരാം. അപ്പോൾ അന്ന് ഞാൻ അവിടെ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിജക്ഷൻ ലെറ്റർ
അപ്പോൾ എനിക്ക് അവിടെ ഇടപെട്ടേ പറ്റത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ കുട്ടി ഇതിനോടകം ഇവരെ ടോർച്ചറും കൊണ്ട് ബോധം കെട്ട് കൊളാപ്സായിട്ട് റോഡിൽ വീണ് അവിടെ നിന്ന് എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയേണ്ട വന്നു. അപ്പോൾ അതിനുശേഷം പിന്നെ ഞാൻ ഡെയിലി ഇവർ പറയുന്നു കൊണ്ടുവരുന്നു, തിരുവനന്തപുരത്ത് നിന്ന് മലപ്പുറത്ത് പോയിട്ട് ഇവർ തിരുത്തൽ കൊടുക്കുന്നു, അത് കൊണ്ടുവരുന്നു, തിരുത്തുന്നു, അടുത്ത വണ്ടിക്ക് കയറി അവിടെ പോകുന്നു, ഇവർ വീണ്ടും തിരുത്ത് പറയുന്നു. അതിങ്ങനെ ഒരു ഡ്രാമയായിട്ട് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട് നടന്നുകൊണ്ടിരുന്ന സാഹചര്യത്തിലാണ് ഇത് പറയുന്നത്. അപ്പോൾ അവസാന ദിവസം ഇവർ റിജക്ഷൻ ലെറ്ററിന് പകരം തന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അന്ധകാരത്തിലേക്ക് തള്ളിയിടുന്ന എന്താണ് അനിശ്ചിതത്വത്തിലേക്ക് പറഞ്ഞിരിക്കുന്ന ഒരു ലെറ്ററാണ് നിന്നത്. അതിൽ സബ്ജക്റ്റിൻ്റെ ഭാഗത്ത് അവർ പറഞ്ഞിരുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും നിങ്ങൾക്ക് ഇങ്ങനെ തെറ്റുകൾ തിരുത്തിക്കൊണ്ടിരിക്കാം, നമ്മളത് നിങ്ങളെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കാം എന്നിട്ട് കുറേ വിശദമായ ഒരു കാര്യങ്ങളാണ്. അല്ലെങ്കിൽ അവർ അത് നമ്മൾ അബദ്ധത്തിൽ അത് ഒപ്പിട്ട് വാങ്ങിക്കുകയും ചെയ്ത് പുറത്തുകൊണ്ട് വെച്ച് നോക്കിയപ്പോഴാണ് അറിയുന്നത് ഇത് റിജക്ഷൻ ലെറ്റർ അല്ല, ഇത് വേറെ എന്തോ ലെറ്ററാണ് നമ്മളെ കുഴപ്പിക്കാൻ വേണ്ടി. വില്ലേജിലും പഞ്ചായത്തിലും അവിടെ ഇവിടെയൊക്കെ ചിലർ കയറി ഇറങ്ങുമല്ലോ, കരം തീർക്കാനും പോക്കുവരവ് ചെയ്യാനും ആ മന്ത്രിയുടെ ഓഫീസിലേക്ക് കയറി ഇറങ്ങി നടക്കുന്ന കണക്ക് ഇങ്ങനെ മേലോട്ട് പോകാൻ മേലധികാരികൾ ഇവിടെ സബ്മിഷൻ ഡേറ്റായി, അതായത് 1 വർഷം കൂടെ മുന്നോട്ട് പോട്ടെ എന്നുള്ള ഇവരുടെ ഈ കഴപ്പുണ്ടല്ലേ അത് തീർക്കാൻ വേണ്ടി നമ്മളിങ്ങനെ കൊണ്ട് നടക്കട്ടെ എന്നാണ് അവരുദ്ദേശിക്കുന്നത്. പക്ഷേ അങ്ങനെ വീണ്ടും നമ്മൾ പറഞ്ഞ് ഇത് മാറ്റിത്തരണമെന്ന് അവരോട് നമ്മൾ അപേക്ഷിച്ച്, പക്ഷേ അവർ മാറ്റിത്തരാൻ തയ്യാറായില്ല. മാറ്റിത്തരാം എന്നെല്ലാം പറഞ്ഞ് റേഷൻ തരാമെന്നും പറഞ്ഞ് ഇരുന്ന് 4:45 വരെയൊക്കെ എത്തിയിട്ട് പൊടി തട്ടി പോകാനുള്ള പരിപാടി നോക്കി. അപ്പോഴാണ് എനിക്ക് ഇത് ചെയ്യേണ്ടി വന്നത്. എന്താണ് എൻ്റെ ബാഗിൽ ഒരു പേപ്പർ കട്ട് ചെയ്യുന്ന ഒരു ചെറിയൊരു കത്തി ഉണ്ടായിരുന്നു, നമ്മൾ സ്റ്റേഷനറിയിൽ നിന്ന് വാങ്ങിക്കുന്ന പേപ്പർ കട്ടർ. അത് വെച്ചിട്ട് ഞാൻ പോത്തിയിട്ട് ഈ പിശാചായ ഈ ലേഡിയോട് പറഞ്ഞ് ഇതാ കുടിക്കൂ ബ്ലഡ്, അവർക്ക് രക്തദാഹമാണ്, അവർക്ക് മാംസവും വേണമായിരിക്കും, രക്തദാഹിയായ അവർക്ക് കുടിച്ചോളാൻ പറഞ്ഞ്. അങ്ങനെയാണ് സംഭവം ഉണ്ട്. അപ്പോൾ അവിടെ സെക്യൂരിറ്റിയൊക്കെ അഡീഷണൽ അവർ വിളിച്ചു വരുത്തിയിരുന്നു. പിന്നെ അപ്പോൾ ഇവർക്ക് എന്തോ രജിസ്റ്റർ ആക്കാണെന്ന് പറഞ്ഞ് പോയി. അപ്പോൾ മോള് ഒരു പ്രിൻ്റ് എടുക്കാനായിട്ട് തൊട്ട് അവിടെ ഒരു കമ്പ്യൂട്ടർ സെൻ്റർ ഉണ്ട്, അവിടെ പോയിരിക്കുകയായിരുന്നു. മോള് വന്നപ്പോൾ ഞാൻ ബ്ലഡിൽ കുളിച്ച് നിൽക്കുന്നു, സെക്യൂരിറ്റിയൊക്കെ ഫസ്റ്റ് എയ്ഡ് വെച്ച് ചെയ്തു തന്നു. ഉടനെ അടുത്ത ആട്ടോയിൽ കയറി നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോയി. മോള് നേരത്തെ ബോധം കെട്ട് കൊളാപ്സായി വീണപ്പോഴത്തേക്ക് പോയ ആശുപത്രിയിൽ തന്നെ പോയി. അവിടെ ഞാനും എനിക്ക് ഒരു 15 തയ്യലിട്ട് ഇത് ഒക്കെയാണ്. എന്നിട്ട് ഇവരുടെ അരിശം തീരുന്നില്ല. ഇവർ യൂണിവേഴ്സിറ്റിയിൽ ചെന്ന് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഞാൻ അവിടെ ചെന്ന് ചില വിപ്ലവങ്ങൾ ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. അങ്ങനെയൊന്നുമല്ല, അവിടെ എന്ത് രീതിയിലും എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രതികരിക്കാം. പക്ഷേ ഇത് ഞാൻ ഇതാണ് ഇത് ഞാൻ തീർത്തത്, അത് അവരൊരു പാഠമായിട്ട് എടുക്കേണ്ടതാണ്. അല്ലാതെ ഞാൻ തിരിച്ചായിരുന്നു എന്തെങ്കിലും ചെയ്തിരുന്നുണ്ടെങ്കിൽ ഇന്ന് കഥ മാറിയനെ, ഞാൻ ജയിലിനകത്താകുകയും മറ്റുള്ള ഇത് ചെയ്യും. ഇവർ അതിനു വേണ്ടിയുള്ള എല്ലാ ഇതും ചെയ്തു. നമ്മുടെ ഈ വശത്ത് നിന്ന് എന്തെങ്കിലും ഒരു പ്രതികരണം ഉണ്ടായിട്ട് അവർക്ക് അവരുടെ വിജയിക്കുന്നതിന് വേണ്ടി അവർ പല അടവുകളും നോക്കും. അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ പത്രക്കുറിപ്പ് എന്തോ ഇറക്കിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പറയുന്നത് ഇതിൽ എന്തോ ഭയങ്കര മിസ്റ്റേക്കാണ്. അതാണ് ഞാൻ ആദ്യമായിട്ടൊന്നും അല്ല ഡിസർട്ടേഷൻ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ അല്ലാതെയുള്ളവരെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അതിന് വലിയ കുറ്റമായിട്ട് എടുക്കേണ്ട. PDF കാണിച്ച് PhD 2-3 PhD ഉള്ളവരെയൊക്കെ നമ്മളൊന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ യൂണിവേഴ്സിറ്റി ചെയ്യാനുള്ളത് എന്താണ്, ഇതിനെ എടുത്തു വെച്ചിട്ട് ഒരു നിഷ്പക്ഷനായ ഒരു PhD ഒക്കെ ഉള്ള ഒരാളിനെ കൊണ്ട് പരിശോധിച്ചിട്ട് ഇത് എന്താണെന്ന് വിലയിരുത്തുക. അത് യോജന നമുക്ക് ആരുടെയും യാതൊരുവിധ ഫേവറോ വേറെ ഒന്നും വേണ്ട. ഈ വർക്ക് എന്താണ്, ഇത് ഇത് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയതാണെങ്കിൽ വയ്ക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ ചില കാര്യങ്ങൾ നോക്കാം. ഇത് മൊത്തം അവിടെ 10 സ്റ്റുഡൻസ് ഉണ്ടല്ലോ, ഇതിൽ ഒരു സ്റ്റുഡൻറ്റിന് മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ വന്നു, ഒരു സ്റ്റുഡൻറ്റിൻ്റെ മാത്രം ഇങ്ങനെ എന്തുകൊണ്ട് എടുത്ത് മറ്റുള്ളവരുടെ പ്ലേജറിസം എത്രയാണെന്ന് അറിയാമോ, ഇതിൻ്റെ മറ്റുള്ള ചരിത്രങ്ങൾ അറിയാമോ? അപ്പോൾ നമുക്ക് ഈ 10 വർക്കും എടുത്ത് ഒന്ന് പരിശോധിച്ച് നോക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ ടോപ്പ് ലെവലിൽ ആത്മാർത്ഥതയും സത്യസന്ധതയും അല്ലാതെ ഈ ഉടായ്പ് പരിപാടിയൊന്നും ഇല്ലാത്ത ഏതെങ്കിലും ഓഫീസേഴ്സ് ഉണ്ടെങ്കിൽ, അതിപ്പോൾ VC ആയാലും ആരായാലും, ഇപ്പോൾ ഗവർണർക്ക് ലെറ്റർ അയച്ചിട്ടുണ്ട്, ഗവർണറായാലും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായാലും ഇവർ ഇതിൽ ഇടപെട്ടിട്ട് ഈ 10 വർക്കും എടുത്ത് പരിശോധിച്ച് നോക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം.
അതുപോലെ തന്നെ ഈ ലേഡി ചെയ്തിരിക്കുന്നത് ഇതിനിടയിൽ ഈ വർക്ക് എടുത്തിട്ട് നമുക്ക് അയച്ചെന്ന റിപ്പോർട്ട് എടുത്ത് നോക്കുമ്പോൾ അറിയാം, അത് ചാറ്റ് GPT-യിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് ചാറ്റ് GPT-യുടെ ഈ വർക്കിനെ അസസ് ചെയ്തിട്ട് അതിൻ്റെ എന്താണ് കുറവുകളെന്ന് ചോദിച്ചു പറയാം. അപ്പോൾ അത് ആ വെട്ടിയെടുത്ത് അയച്ചത് അവർക്ക് ബുദ്ധിമോശമാണ് വന്നത്. അത് എവിഡൻസ് ആയിട്ട് നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. ചാറ്റ് GPT-യിൽ ഈ വർക്ക് അപ്ലോഡ് ചെയ്ത് ഇവർ ആ വർക്കിനെ നശിപ്പിക്കുകയായിരുന്നു ചെയ്തത്. അത് പ്രകാരം വന്നതും ഈ സ്റ്റുഡൻറ്റ് ഇവിടെ ഇരുന്ന് ഉറക്കമൊഴിഞ്ഞിരുന്ന് ചെയ്ത് കൊടുത്ത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും അവർ അതിൽ ചേഞ്ചസ് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ അത് എന്താ അസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ച മലയാളത്തിൽ എന്തോ അതിന് ഒരു പേരൊക്കെ ഇവിടെ പറയും. ഈ ലേഡിക്ക് അതിൻ്റെ അസുഖമാണ്. അപ്പോൾ എനിക്ക് മേലോട്ട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. യൂണിവേഴ്സിറ്റി ഇത് 10 വർക്കും എടുത്ത് പരിശോധിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ആരാണ് ഇതിന് ഉത്തരവാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ വർക്ക് എടുത്ത് പരിശോധിക്കുക. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ടോർച്ചറിങ്ങിൻ്റെ അങ്ങേയറ്റം നിന്നപ്പോഴത്തേക്ക് 10-ാം തീയതിക്ക് മുമ്പ് ഒരു 6-7 അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് 10-18-19 സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു 12-13 കണ്ടു ഞാൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ഗവർണർ ഓഫീസും ഒന്നും ചെയ്തില്ല, വി സിയെ കാണാൻ സമ്മതിച്ചില്ല എന്നൊക്കെയുള്ള അതിന് കാര്യമുണ്ട്. ഞാനൊരു SOS മെസ്സേജാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് അയച്ചത്. അവിടെ ഓഫീസിൽ വിളിച്ചിട്ട് അവിടെ പേഴ്സണൽ അസിസ്റ്റൻറ്റോ അവരോ വേറൊരു നമ്പർ ഒന്ന് അതിലേക്ക് അയച്ച് അതിൻ്റെ ഇമെയിലിൽ മന്ത്രിയുടെ ഫോട്ടോയാണ് തെളിയുന്നത്. എങ്ങനെയായാലും അപ്പോൾ ആരും എന്നെ വിളിച്ചിട്ടുമില്ല, നമ്മളെ ഇതിൽ ആരും കൊണ്ട് സഹായിച്ചിട്ടുമില്ല. നമുക്ക് ഇതുപോലെയുള്ള എന്താണ് റോങ് പാർട്ടിക്കാർ അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഭീകരരായ പിശാചുക്കളായ വ്യക്തികൾ നമ്മളെ ടോർച്ചർ ചെയ്യാൻ വേണ്ടി ഇടപെടുന്ന അങ്ങനെയുള്ളവരുടെ വേണ്ടി മാത്രമേ നമ്മൾ വന്നിട്ടുള്ളൂ, അവരിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ. അല്ലാതെ നമുക്ക് വർക്കിൽ ആരുടെയും ഒരു സഹായവും വേണ്ട, ആരുടെയും ഒരു മറ്റുള്ള ഒരു സഹായങ്ങളും വേണ്ട. നമ്മളെ ഈ വർക്കിന് ഉള്ള മാത്രം ഇത് മതി. വർക്ക് പാസ്സാവുമെങ്കിൽ പാസ്സാവട്ടെ. അത് ഒരു 3-4-5 പേര് വന്നാണല്ലോ വൈവൈ നടത്തുന്നത്, ഇതും ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ച് മാത്രം മതി, മറ്റുള്ള കാര്യങ്ങളൊന്നും വേണ്ട. പിന്നെ അപ്പോൾ ഇതിൽ എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ടോർച്ചറിങ് എങ്ങനെ നമ്മൾ തെളിയിക്കും. അപ്പോൾ ഇവർ വാക്കാൽ പറഞ്ഞതുണ്ട്, അത് നമുക്ക് ഇല്ല, അവർ പറയും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയും. ഇൻട്രൊഡക്ഷനും ഇത് ക്ലോസിങ്ങും ഒക്കെ എടുത്ത് മാറ്റാൻ പറഞ്ഞതിന് ചിലപ്പോൾ തെളിവ് കാണത്തില്ല. അതുപോലെ തന്നെ നമ്മൾ പ്രിൻ്റ് എടുത്ത് കൊടുത്തതിൽ അവർ മാർക്ക് ചെയ്ത് തന്നത് തെളിവായിട്ട് ഇവിടെ ഫിസിക്കൽ എവിഡൻസ് ആയിട്ട് ഇരിപ്പുണ്ട്, അത് നമുക്ക് തെളിവാണ്. പിന്നെ ഇവർക്ക് ഇമെയിലായിട്ട് കൊടുത്തത് ഉണ്ട്, അതുപോലെ തന്നെ വാട്സപ്പിൽ അയച്ചു കൊടുത്തതുണ്ട്, ഇതെല്ലാം തെളിവാണ്. അപ്പം എവിടെ രക്ഷപ്പെടാൻ നോക്കണ്ട, എവിടെ എന്തുണ്ടെങ്കിലും അതിനുള്ള എവിഡൻസ് നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്, അത് നമുക്ക് കൊടുക്കാൻ കഴിയും. പക്ഷേ അത് ഇപ്പം ഇങ്ങോട്ട് വന്ന് ഒരു ചർച്ച കൂടുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് ഇടന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കത്തില്ല. ഇത് ഒരു അന്വേഷണ കമ്മീഷൻ പോലെ ഇതെല്ലാം നമ്മൾ എവിഡൻസ് എടുത്ത് കൊടുക്കാൻ തയ്യാറാണ്. അപ്പോൾ ഇവർ പറയുക അതെന്തോ തെളിവ് ഇതെന്തോ തെളിവ്, നമ്മളെന്താണ് അവർ അനിശ്ചിതത്വത്തിലോ അല്ലെന്നുണ്ടെങ്കിൽ കീറാമുട്ടിയിലോ കൊണ്ടെത്തിക്കുന്ന അതില്ല. അതിന് ഇത് എല്ലാവർക്കും അത് ബോധം വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ബോധമൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നത് സബ്ജക്റ്റിൻ്റെ നോളജ് ഉള്ളവരിടത്തേക്ക് നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ സിനോപ്സിസ് എന്താണ്, ഇതിൻ്റെ ചാപ്റ്ററൈസേഷൻ എന്താണ്, ഈ ചാപ്റ്ററൈസേഷനൊക്കെ ഈ ലേഡി എടുത്ത് മാറ്റാൻ പറഞ്ഞാണ്. അതിനെ മൊത്തത്തിലിട്ട് ഇത് കലക്കി തെളിച്ച് അപ്പ് ആൻഡ് ഡൗൺ ആക്കി വൃത്തിയേടാക്കിയ ഒരു സാധനമാണ്. അപ്പോൾ നമ്മളെ യഥാർത്ഥ വർക്ക് എന്ന് പറയുന്നത് 3% പേജസോടുകൂടി യൂണിവേഴ്സിറ്റി സൈറ്റിലുണ്ട്. അത് ടൈം കുറവായതുകൊണ്ട് പിന്നെ അതിൽ പോളിഷിങ് വലിയ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഫുഡ് നോട്ടിൻ്റെ കാര്യങ്ങൾ. പക്ഷേ ഇപ്പോൾ ഈ വർക്കിലായപ്പോഴത്തേക്ക് ഫുഡ് നോട്ടൊക്കെ വെച്ച് കുറേ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊരു ചലഞ്ചായിട്ട് തന്നെ എടുക്കുന്നു. ഇത് തെളിയിക്കണമെങ്കിൽ തെളിയിക്കും, എന്ത് വേണമെങ്കിലും ചെയ്യും. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ ടോർച്ചറിങ് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ടും ഇതാണ് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിൽ ഈ കേസ് പോലീസ് സ്റ്റേഷനിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പോലീസിനെന്ന് പറയുന്നത് ഇത് കൈ മുറിച്ചതെന്ന് പറയുന്നത് വെറുതെ ഒരു തമാശ. പിന്നെ മറ്റതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടിയെ ടോർച്ചർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് അക്കാഡമിക് ലെവല്. അപ്പോൾ നമ്മൾ കൊടുത്തത് അക്കാഡമിക് പീഡനം വന്നിട്ട് അതിനോടനുബന്ധിച്ചാണ് ഈ ആത്മഹത്യാ ശ്രമം അല്ലെന്നുണ്ടെങ്കിൽ വികാര പ്രകടനം അവിടെ ഉണ്ടായത്. അപ്പോൾ സർക്കിളിന് അത് പറഞ്ഞിട്ട് സർക്കിളിന് അത് വലിയ കാര്യമില്ല, അത് നിങ്ങൾ ചെയ്തു, അത് നിങ്ങളുടെ കാര്യം എന്നുള്ളതാണ്. അത് എന്തുകൊണ്ട് ചെയ്തു എന്നൊന്നും പുള്ളിക്ക് അതൊരു വിഷയമേ അല്ല.
അപ്പോൾ അതവിടെ ഇരിക്കട്ടെ, FIR ആയിട്ടില്ല, ഇത് കൊടുത്തിട്ടേ ഉള്ളൂ. അത് നമുക്ക് അതിൻ്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതല്ലെന്നുണ്ടെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷനിൽ പോകുമ്പോഴത്തേക്ക് ഇതിനെ കീറി മുറിച്ച് അവർ പറഞ്ഞു കൊടുക്കും. അപ്പോഴേ ഇവർക്ക് ബോധം ഉണ്ടാവത്തുള്ളൂ. അപ്പം ഇതാണ് ഇതിൽ ഉണ്ടായിരിക്കുന്ന സത്യാവസ്ഥ. ഇനി ഇത് മാത്രമല്ല, ഇതിനോട് അനുബന്ധിച്ച് ഒരുപാട് പറയാനുണ്ട്. പക്ഷേ അത് എങ്ങനെ പറഞ്ഞ് പൊലിപ്പിക്കും എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ തൽക്കാലം ഇത്ര പറയുക. ഇതിന് അനുബന്ധമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വളരെ മറ്റുള്ള കാര്യങ്ങളും പറയാം. ഇപ്പോൾ എൻ്റെ ഓർമ്മയിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇനി ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു 5 നില ബിൽഡിങ് നമ്മൾ കെട്ടുന്നു. ആദ്യമേ 1-ാം നില 2-ാം നില സർട്ടിഫൈ ചെയ്ത് മേല് പോയത്, പിന്നെ വന്നിട്ട് 5-ാമത്തെ നില കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ 1-ാമത്തെ നില പൊളിച്ച് കെട്ട്. അപ്പോൾ എല്ലാം കൂടെ കൊളാപ്സായിടും. അപ്പോൾ എന്നിട്ട് അത് വീണ്ടും കെട്ടിപ്പോക്കണം. ആ ഒരു സ്ട്രാറ്റജിയാണ് ഇവർ ഉപയോഗിച്ചത്. അതിന് ഉപരിയായിട്ട് ഇതിൻ്റെ ഇടയിൽ ചില പാരഗ്രാഫുകൾ എടുത്തു കളയാൻ മറ്റേതെല്ലാം പറഞ്ഞ് അത് എടുത്തു കളയുമ്പോഴത്തേക്ക് ഈ 370 കണ്ട ഫുഡ് നോട്ടുണ്ട്, അത് കൊളാപ്സ് ആകുമ്പോഴത്തേക്ക് അവർക്കറിയാം. അപ്പോൾ അവർ എന്താണ് മാനസികമായിട്ടുള്ള ഈ ഒരാളിനെ പീഡിപ്പിച്ചിട്ട് അതിനെ എൻജോയ് ചെയ്തുകൊണ്ട് വരികയായിരുന്നു. അപ്പോൾ അത് അവർ മനസ്സിലാക്കണം, അവർ ചെയ്ത ക്രൂരത. ഇവർ മാത്രമല്ല, അതിനോടൊപ്പം നിന്ന HOD, പിന്നെ മറ്റേ ഉദയൻ സാറ്, അതുപോലെ തന്നെ ഇതിൻ്റെ ഉന്നതനായ വേറൊരു വ്യക്തിയുണ്ട്. എന്തായാലും ഇവരെല്ലാവരും അതിൽ ഉത്തരവാദികളാണ്. അപ്പോൾ ഇത് ടോർച്ചറാണെന്ന് പിന്നെ പത്രത്തിൽ നിന്ന് ഇവിടെ നിന്നൊക്കെ ചിലർ വിളിച്ചിരുന്നു. അപ്പോൾ അവരോടെല്ലാം ഞാൻ ക്ലിയറായിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഈ ഫീൽഡുമായിട്ട് ബന്ധമുള്ളവർക്ക് ആ കാര്യം അത് മനസ്സിലാക്കിയെടുക്കാനും കഴിഞ്ഞ്. അതല്ലാതെ സാധാരണക്കാർ പറയുന്നത് മകളോടുള്ള സ്നേഹം കൊണ്ട് ഇങ്ങനെ ചെയ്തത് അങ്ങനെയല്ല. ഈ സബ്ജക്റ്റിൽ എനിക്ക് അതുമായിട്ട് ബന്ധമുള്ളത് കൊണ്ട് എനിക്കത് തിരിച്ചറിയാൻ കഴിഞ്ഞു. അതിനെ ഇവർക്ക് ആർക്കും കണ്ണിക്കാനും കഴിയുന്നില്ല. ഇന്ന കാര്യങ്ങൾ ഞാൻ എഴുതും. ഉദാഹരണത്തിന് ഇതുപോലെ ഫസ്റ്റ് ചാപ്റ്ററിൽ വരുമ്പോഴത്തേക്ക് അത് അക്സെപ്റ്റ് ചെയ്ത് പോയി. അത് 3, 4, 5 ചാപ്റ്ററൊക്കെ എത്തുമ്പോഴത്തേക്ക് എന്തുകൊണ്ട് 1-ാമത്തെ ചാപ്റ്റർ മാറ്റാൻ പറയുന്നു? അതാണ്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഇതിൽ മുഖ്യമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് റിസർച്ചറിൻ്റെ പരിധി ഏത് വരാം, പിന്നെ ഇതിൻ്റെ ഗൈഡിൻ്റെ പരിധി ഏത് വരാം. റിസർച്ചറിന് എന്താണ് സ്വാതന്ത്ര്യമുണ്ട്, അവർക്ക് ഇതിൻ്റെ നോളജ് ക്രിയേഷൻ ചെയ്യാനുള്ള അവരുടെ സ്വാതന്ത്ര്യമാണത്. ഇത് ഇവരുടെ ഒരു വർക്കാണ്. അതിൽ ഗൈഡിന് ഒരു പരിധിയുണ്ട്, ഇതുവരെ പോകാവൂ, ഇത്രേ ചെയ്യിപ്പിക്കാവൂ. അല്ലെന്നുണ്ടെങ്കിൽ അവരെ അതിൽ കയറി അനാവശ്യമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാനോ അതിൻ്റെ ഓവർടേക്ക് ചെയ്യാനോ ഇവരുടെ ഐഡിയാസ് അതിൽ അടിച്ചേൽപ്പിക്കാനോ അങ്ങനെയുള്ള ഒരൊന്നുമില്ല. അപ്പോൾ റിസർച്ചറിൻ്റെ സ്വാതന്ത്ര്യവും ഗൈഡിൻ്റെ സ്വാതന്ത്ര്യം ഡിഫൈൻ ചെയ്ത് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ഈ ലേഡിക്കോ അല്ലെന്നുണ്ടെങ്കിൽ അവിടെ ഇരിക്കുന്ന HODക്കോ ഡീനിനോ ഇവർക്കാർക്കുമില്ല. അതിൽ വരുന്ന ഒരു സംഭവമാണിത്. എന്തായാലും VC മറ്റുള്ളവരൊക്കെ ചെറിയ രീതിയിൽ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ്. ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ 2-1 നമുക്ക് നീതി കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അതിന് കോടതിയിൽ ചോദ്യം ചെയ്യും. അല്ലെങ്കിൽ തന്നെ ഈ കേസ് ആൾറെഡി ഉണ്ട്. ഇനി മനുഷ്യാവകാശ കമ്മീഷൻ മറ്റുള്ള മേഖലയിലേക്ക് ഇത് പോകും. അതായത് നമ്മൾ എന്താണ് പ്രാകൃത മനുഷ്യരല്ല, ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യരാണ്. നിയമത്തിന് അങ്ങേറ്റം എടുത്ത് ജനാധിപത്യ രാഷ്ട്രത്തിൽ ന്യായവും നീതിയൊക്കെ എടുത്തിട്ട് നിയമത്തിനെ എടുത്തിട്ട് തലനാരിഴ പോലെ കീറി മുറിച്ച് നമ്മൾ വിശകലനം ചെയ്ത് എടുക്കുന്നതാണ്. അങ്ങനെ അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് അവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടർക്ക് ഇതിൽ യാതൊരുവിധ കുറ്റമോ മറ്റോ ഒന്നും കാണാൻ കഴിയാത്തതും. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നമുക്ക് ഇത് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ന്യായവും നീതി മറ്റുള്ളവർക്ക് എല്ലാവർക്കും അത് വേണം. ഇതിൽ പിന്നെ ഇതിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള മറ്റ് കാര്യങ്ങൾ ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിച്ചാൽ മതി, ഞാനത് വ്യക്തമായിട്ട് പറയുന്നതാണ്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.